കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബല്ലേരി എയർബേസിൽ വെച്ച് പാകിസ്ഥാന്റെ ഒരു ഏവാക്സ് വിമാനത്തെ നമ്മൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വെച്ച് ആക്രമിച്ചു എന്ന സ്ഥിരീകരിച്ച വാർത്ത വന്നിരുന്നു. ഇതിന്റെ അടുത്ത ഘട്ടമായ വാർത്ത ഇപ്പോ വന്നിരിക്കുന്നത് 217 കിലോമീറ്ററും കഴിഞ്ഞ് ഇതാദ്യമായാണ് ഇന്ത്യ സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് ഒരു ഫസ്റ്റ് എവർ ഏരിയൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്, അതും റഷ്യയുടെ S-400 ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു പുതിയ വേൾഡ് റെക്കോർഡ് തന്നെ S-400 ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. പാകിസ്ഥാന്റെ സ്വാപ്പ് ഏവാക് സിസ്റ്റം. ഇത് പാകിസ്ഥാന് 2 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ അവരുടെ പക്കൽ 4 ഏവാക് സിസ്റ്റംസ് ഉണ്ട്. ഈ 4 സിസ്റ്റത്തിൽ ഇത് ഒരല്പം മോഡേൺ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പക്കലുള്ള ഒരു ക്യാപ്പബിൾ ആയ ഏവാക് സിസ്റ്റം എന്ന് പറയാം. ഈ 4 സിസ്റ്റത്തിൽ കൺഫേം ചെയ്ത ഈ ഒരു വാർത്തയുമായി ചേർത്ത് ഇപ്പോ 2 എണ്ണം പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട്. ഈ സംഭവം എങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത്? ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് എന്തെല്ലാം? അതിനെക്കുറിച്ച് നമുക്കിപ്പോ മനസ്സിലാക്കാം. ആദ്യമായി S-400 വാങ്ങിയതിൽ നമ്മളിപ്പോ അഭിമാനിക്കുക തന്നെ വേണം. കാരണം ആദ്യമായി S-400 വാങ്ങാനുള്ള ഡീൽ സൈൻ ചെയ്തപ്പോൾ ഒരുപാട് വിമർശനങ്ങളായിരുന്നു ഈ ഒരു ഡീലിന് പുറകിൽ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ഏകദേശം 42,000 കോടി രൂപയുടെ 5 യൂണിറ്റുകൾ വാങ്ങാനുള്ള കരാറിലായിരുന്നു നമ്മൾ ഒപ്പുവെച്ചത്. ആ സമയം നമ്മൾ എന്തിനാണിപ്പോ S-400 വാങ്ങേണ്ടത് എന്നുള്ള ചോദ്യമായിരുന്നു പലരും ചോദിക്കാൻ തുടങ്ങിയത്. എന്നാൽ സമീപകാലത്ത് നടന്ന ചില പ്രശ്നങ്ങളിലൂടെ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ച ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തന്നെ S-400 ഇതിന്റെ എല്ലാം ഉത്തരം എല്ലാവർക്കും നൽകി. ചൈനയുടെയും പാകിസ്ഥാന്റെയും മിസൈൽസിനെ തടയുക എന്നതിനുമപ്പുറം ഇവിടെ അടുത്ത ഘട്ടമായിട്ടുള്ള ഒരു വേൾഡ് റെക്കോർഡ് തന്നെ ഇന്ത്യ സൃഷ്ടിച്ചു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇവർക്കിടയിൽ സംഘർഷങ്ങൾ മൂർച്ഛിച്ചു വന്നപ്പോൾ ഏവാക് സംവിധാനം ധാരാളം ഉപയോഗിച്ചിരുന്നു. ഇപ്പോ ഒരു എയർ ടു എയർ മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ അത് കിൽ ടു ചെയിൻ എന്ന ആശയരൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു എയർ ടു എയർ മിസൈൽ ഫയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സർഫസ് ടു എയർ മിസൈൽ ഫയർ ചെയ്യുകയാണ്. അപ്പോൾ ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്കോ റഡാറുകൾക്കോ അത് ആക്റ്റീവ് റഡാർ ഹോമിംഗ് കോൺസെപ്റ്റിലാണ് വരിക. അതായത് ആ മിസൈൽ അതിന്റെ റഡാർ സീക്കർ ഓൺ ചെയ്ത് അതിന്റെ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ കിൽ ചെയിന്റെ കോൺസെപ്റ്റ്, അതും പാസീവ് കിൽ ചെയിന്റെ കോൺസെപ്റ്റ് നോക്കിയാൽ ആ മിസൈൽ അതിന്റെ ഓൺബോർഡ് റഡാർ സീക്കർ ഓൺ ചെയ്യില്ല. പകരം മറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് വാങ്ങും. അതായത് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏവാക്സ് വിമാനത്തിൽ നിന്നും വരുന്ന സിഗ്നൽസ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർസിൽ നിന്ന് വരുന്ന സിഗ്നൽസ്, ഇവയെല്ലാം ഇൻപുട്ടായി സ്വീകരിക്കുകയും യാതൊരു ശബ്ദവുമില്ലാതെ ഇത് ആകാശത്തിൽ പറക്കും. ഈ ഒരു പ്രവർത്തനത്തിന്റെ പേരാണ് പാസീവ് കിൽ ചെയിൻ. ഈ ആശയത്തിൽ ഏവാക്സ് വിമാനങ്ങളുടെ ഉപയോഗം ധാരാളമായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിരവധി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിന് പുറകിൽ ഈ ഏവാക്സ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയം ഇന്ത്യക്കുള്ളത് 2 ഓപ്ഷൻ ആയിരുന്നു. ഒന്നുകിൽ അകത്തേക്ക് കടന്നുവരുന്ന എല്ലാ മിസൈൽസിനെയും പ്രതിരോധിക്കുക, അതിന് നമ്മുടെ പക്കൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഏവാക്സ് വിമാനങ്ങളുടെ സഹായത്തോടുകൂടി വീണ്ടും കൂടുതൽ മിസൈൽസ് അയച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ മൂല കാരണമായി ഉള്ളത് ഈ ഫയർ ചെയ്യുന്ന മിസൈൽസ് മാത്രം അല്ല, ഇതിന് പുറകിലുള്ള ഏവാക്സ് വിമാനങ്ങളുമാണ്. അവയെ ആക്രമിക്കുകയാണെങ്കിൽ ഇവർ മിസൈൽസ് ലോഞ്ച് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് അതിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഇന്ത്യ ചിന്തിച്ചു. 300 മുതൽ 500 കിലോമീറ്ററിനുള്ളിൽ ഈ ഏവാക്സ് വിമാനം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് പറക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും അതിന്റെ പരമാവധി നീളം ഏകദേശം 800 കിലോമീറ്റർ ആണ്. ഏവാക്സിനെ ആക്രമിക്കാൻ, ദീർഘദൂരത്തിൽ ചെന്ന് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ പക്കൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനവും ഇല്ല. ഇപ്പോഴത്തേക്ക് ഏവാക്സിനെ ആക്രമിക്കാൻ എയർ ടു എയർ മിസൈൽസ് ഉപയോഗിച്ച് അതിനെ ആക്രമിക്കാനും കഴിയില്ല. അപ്പോ ആ വിമാനം അടുത്തേക്ക് വന്നതിന് ശേഷം അതിനെ ആക്രമിക്കാൻ നമ്മുടെ ഇന്ത്യൻ സേന, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് ഒരു കെണി ഒരുക്കിയിരുന്നു. 300 കിലോമീറ്റർ ദൂരത്തിൽ വരുമ്പോൾ അതിനെ ടാർഗറ്റ് ലോക്ക് ചെയ്യും. നമ്മുടെ പക്കലുള്ള S-400 അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിഗ് ബേർഡ് ഗ്രേ സ്റ്റോൺ റഡാർ. ഇതിൽ ബിഗ് ബേർഡ് എന്ന റഡാർ ടാർഗറ്റ് അക്യൂസേഷന് വേണ്ടിയും ഗ്രേ സ്റ്റോൺ റഡാർ അതിന്റെ മൾട്ടി ഫയറിംഗ് ഫംഗ്ഷന് വേണ്ടിയും ഉപയോഗിക്കും. ഇവ രണ്ടും ഉപയോഗിച്ച് ടാർഗറ്റ് ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതുപയോഗിച്ച് മാത്രം ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടാകില്ല. ഇതിനേക്കാൾ നമ്മുടെ പക്കൽ MOTR എന്ന മൾട്ടി ഓബ്ജക്ട് ട്രാക്കിംഗ് റഡാർ ഉണ്ട്. ഈ സ്വാട്ട് ഫിഷ് ഒക്കെ ലോങ് റേഞ്ച് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു റഡാറാണ്. അതുപോലെയാണ് MOTR റഡാർ. ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാകില്ല, കാരണം ഇതിനെക്കുറിച്ച് ആരും അധികം സംസാരിച്ചിട്ടില്ല. ഈ MOTR റഡാറിന്റെ പ്രധാനപ്പെട്ട ജോലി ഇതാണ്: 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ പോലും ഇവയെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. അതായത് ഒരു
ചെറിയ ഡ്രോൺ ലോഞ്ച് ആയാൽ പോലും കണ്ടെത്താൻ കഴിയും. കണ്ടെത്തുക മാത്രമല്ല, എക്സ് ബാൻഡ് സിഗ്നൽസ് ഉപയോഗിച്ച് അതിന്റെ ടാർഗറ്റ് ലൈവായി തന്നെ പാസീവ്ലി ലോഞ്ച്ഡ് മിസൈൽസിലേക്ക് നൽകാൻ കഴിയും. അപ്പോ ഇവിടെ പാകിസ്ഥാൻ ഏത് സ്ട്രാറ്റജിയാണോ ഉപയോഗിച്ചത് അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇവിടെ S-400ലും ഉപയോഗിച്ചത്. ഇനിഷ്യലായി S-400 ലോഞ്ച് ചെയ്യുകയും ഈ ഡയറക്ഷനിലേക്ക് പോകണമെന്നുള്ള ഒരു ഇൻപുട്ട് മാത്രം നൽകും. അതിനുശേഷം നമ്മുടെ ലോങ് റേഞ്ച് റഡാർസ് അതിന്റെ ജോലികളെല്ലാം അവിടെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ ഏവാക്സ് വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയസ്റ്റ് ടാർഗറ്റ് ആണ്. മിസൈൽസ് ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന് ഇതൊരു ഈസിയസ്റ്റ് ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനു മുൻപ് ഈ ലോകത്തിൽ വെച്ച് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് ലോങ് റേഞ്ചിൽ ചെന്ന് നടത്തിയ ഒരു അറ്റാക്ക് അത് റഷ്യ നടത്തിയിരുന്നു. അത് 2022 റഷ്യ S-300 ഉപയോഗിച്ച് 217 കിലോമീറ്റർ ദൂരത്തിലുണ്ടായിരുന്ന ഉക്രൈന്റെ Su-24 വിമാനത്തെയും Su-27 വിമാനത്തെയും വെടിവെച്ച് നശിപ്പിച്ചു. ഇതായിരുന്നു സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ ദൂരത്തിലുള്ള ടാർഗറ്റിനെ കില്ല് ചെയ്ത ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു റെക്കോർഡ്. അങ്ങനെ നോക്കിയാൽ 400 കിലോമീറ്റർ വരെയും സഞ്ചരിക്കാൻ നമുക്ക് 40 N60 മിസൈൽസ് ഉപയോഗിക്കാം S-400ൽ നിന്ന്. എന്നാൽ ഈ ഏവാക്സ് വിമാനം ആ 400 കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ ഉണ്ടാകണം. അങ്ങനെ ആക്രമിക്കണമെങ്കിൽ ഈ ഒരു മിസൈലിനെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഏവാക്സ് വിമാനം S-400ന്റെ റേഞ്ചിൽ നിന്നും 250 മുതൽ 350 കിലോമീറ്റർ ദൂരത്തിനുള്ളിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മിസൈൽ പോകുന്ന വേഗതയ്ക്കനുസരിച്ച് അതിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കൂ. ഈ കണക്കുകൂട്ടലെല്ലാം പൂർണ്ണമായാൽ മാത്രമേ പ്രായോഗികമായി നമുക്ക് S-400ന്റെ 40 N60 മിസൈൽസ് ഉപയോഗിച്ച് ആ ഏവാക്സ് വിമാനത്തെ ആക്രമിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യക്ക് അന്നത്തെ ദിവസം രാത്രി ഇവയെല്ലാം കൃത്യമായി തന്നെ നടന്നു. അത് നമ്മൾ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു. നമ്മുടെ S-400ലുള്ള ലോങ് റേഞ്ച് മിസൈൽസ് ആയ 40 N6E നമ്മൾ ഇവിടെ ഏവാക്സ് വിമാനത്തെ നോക്കി അയക്കുന്നു. അത് പോയ ലക്ഷ്യത്തെ നിർവീര്യമാക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കാം, ഒരു മിസൈൽ വിക്ഷേപിച്ചു, അത് ടാർഗറ്റിൽ ചെന്ന് അങ്ങനെ ആക്രമിക്കുമോ? ഇത് പരാജയപ്പെടാൻ അങ്ങനെ സാധ്യതയൊന്നുമില്ലേ? ഇതങ്ങനെ വിജയിച്ചു എന്നുള്ളതിന് നിങ്ങളുടെ പക്കൽ എന്ത് പ്രൂഫാണ് ഉള്ളത് എന്ന്? അതോ പാകിസ്ഥാനെ പോലെ നിങ്ങളും വെറുതെ പ്രൊപ്പഗണ്ട ന്യൂസ് ആണോ പടർത്തുന്നത് എന്ന്? ലളിതമായ മറുപടി പറയാൻ സാധിക്കും. S-400ന്റെ ചില മിസൈൽ ഭാഗങ്ങൾ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ നിന്നും കണ്ടെത്തി. നിങ്ങളെല്ലാവരും ഈ വാർത്ത അറിഞ്ഞതായിരിക്കും. പക്ഷെ ആരും ഇത് വലിയ രീതിയിൽ സംസാരിച്ചു കാണില്ല. ഏതോ ഒരു സംഭവം നടന്നു എന്ന രീതിയിൽ നിങ്ങൾ അത് കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ ഏവാക്സ് വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയ വാർത്തയും പാകിസ്ഥാനുള്ളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന S-400ന്റെ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങളും വെച്ച് നോക്കിയാൽ ഇവ പരസ്പരം മാച്ച് ആകുന്നുണ്ട്. അപ്പോ ഈ ലോങ്ങസ്റ്റ് റേഞ്ച് കിൽ എന്നത് ഇവിടെ നമ്മൾ അച്ചീവ് ചെയ്തു. മിക്ക മാധ്യമങ്ങളും S-400ന്റെ യഥാർത്ഥ പ്രവർത്തനം അല്ലെങ്കിൽ അത് എത്രത്തോളം കഴിവുള്ള ഒന്നാണെന്നത് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് 314 കിലോമീറ്ററും കടന്ന് ഒരു ടാർഗറ്റിനെ ആക്രമിക്കുക, അതും സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമൊന്നും അല്ല. ആ മിസൈൽ അതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഇന്ധനം തീർന്നു പോയേക്കാം. എന്നാൽ ഏവാക്സ് വിമാനങ്ങളുടെ കാര്യത്തിൽ അവയുടെ വേഗത കുറവായതിനാൽ ഇവിടെ നമ്മുടെ കണക്കുകൂട്ടലുകൾ എല്ലാം നടത്തി കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥാനത്ത് നമ്മൾ മിസൈൽ വിക്ഷേപിച്ചു. അതുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാനും സാധിച്ചു. അപ്പോ S-400 ഉപയോഗിച്ച് റഷ്യ സ്ഥാപിച്ച ഒരു ലോക റെക്കോർഡ് നമ്മൾ ഇവിടെ തകർത്തു. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇന്ത്യ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു നിക്ഷേപം S-400 വാങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ അജിത് ഡോവാളും മോസ്കോയിൽ ചെന്ന് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ പോവുകയാണ്. അപ്പൊ ശേഷിക്കുന്ന 2 S-400 യൂണിറ്റ് വാങ്ങിയാൽ അടുത്ത ഘട്ടമായി നമ്മൾ S-500 വാങ്ങും. നവീകരിച്ച പതിപ്പായ S-500 വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കരാറുകൾ ഉടൻ തന്നെ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേക വീഡിയോയിലൂടെ സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൽ S-500 വാങ്ങുക വളരെ ചിലവേറിയ കാര്യമൊന്നും അല്ല. S-400 വാങ്ങിയതാണ് നമുക്ക് കോസ്റ്റ്. എന്നാൽ S-500 വാങ്ങണമെങ്കിൽ പുതിയ യൂണിറ്റുകൾ വാങ്ങേണ്ട ആവശ്യമില്ല. ചില റഡാർസ് കൂടാതെ മിസൈൽസ് വാങ്ങിയാൽ മാത്രം മതി. നമ്മുടെ ലോഞ്ചറിൽ നിന്ന് തന്നെ S-400ന്റെ ലോഞ്ചറിൽ നിന്ന് തന്നെ കമാൻഡ് സെന്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മിസൈൽസ് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.